ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ആകാശം രചനയും അവരെയും നമ്മുടെ ഈ മഹേഷിനെ മാക്സിമം ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഒരു ഭ്രാന്തനാക്കി മാറ്റണം. അതാണ് നമ്മുടെ ആകാശിന്റെ ലക്ഷ്യം കേട്ടോ. അപ്പം അതിനുവേണ്ടി നമ്മുടെ മഹേഷിനെ ഇടക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എടാ എൻ്റെ മോള് ആരെ പോലെയാ, എന്നെ പോലെയാണോ രചനനെ പോലെയാണോ അല്ലെങ്കിൽ നിന്നെ പോലെയാണോ, അതും അറിയാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് ഇങ്ങനെ നമ്മുടെ മഹേഷിനെ മാക്സിമം ഇട്ട് വട്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മഹേഷ് ആകപ്പാട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് നമ്മുടെ തിരികെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ചിപ്പിമോളും ഇങ്ങനെ നമ്മുടെ മഹേഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഡാഡി ഞാൻ ആരെ പോലെയാ, മമ്മിനെ പോലെയോ ഡാഡിനെ പോലെയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ മഹേഷ് ഭ്രാന്തിളകി നമ്മുടെ ചിപ്പിമോളെ കുറെ വഴക്ക് പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ്. അപ്പൊ ചിപ്പിമോള് പേടിച്ച് ഇങ്ങനെ കുറെ കരയുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. മഹേഷിന് ഇത് എന്ത് പറ്റി എന്നൊക്കെ ഓർത്തിട്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ രണ്ട് വീട്ടുകാരും കൂടി നമ്മുടെ ഇവരെ മഹേഷിനെയും ഇഷിതയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഒരുമിച്ചിരുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ വേണ്ട പ്രപഞ്ചം. മഹേഷിനാണെങ്കിൽ ഇവിടെ ആകെപ്പാട് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ്. മഹേഷ് എന്നിട്ട് കണ്ണാടിയിലൊക്കെ നോക്കി സ്വയം ഇങ്ങനെ എന്താ പറയാ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണൊക്കെ ചുവന്ന് ഭയങ്കര എന്താ പറയാ കലി അടങ്ങാതെ നമ്മുടെ മഹേഷിനെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ മഹേഷ് നമ്മുടെ ആകാശ് വിചാരിച്ച പോലെ തന്നെ ഒരു ഭ്രാന്തനായി മാറും. നമ്മുടെ ഇഷിതയ്ക്ക് നമ്മുടെ മഹേഷിനെ ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുമോ എന്നായിട്ട് നമുക്കിനി അറിയേണ്ടത് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.